യാത്ര മുടങ്ങിയതിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് യാത്രക്കാരോട് മാപ്പ് ചോദിക്കുന്നുണ്ട്. യാത്ര മുടങ്ങിയവർക്ക് എത്രയും പെട്ടെന്ന് പകരം സൗകര്യം ഒരുക്കും എന്നാണ് എയർ ഇന്ത്യയുടെ വിശദീകരണം. നിയമവിരുദ്ധമായ സമരമാണ് ജീവനക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്നുള്ള കാര്യമൊക്കെ ആ കമ്പനി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. തിരുവനന്തപുരത്ത് അടിയന്തരമായി പോകേണ്ടവർക്ക് മറ്റൊരു വിമാനത്തിൽ യാത്രാ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഒരുപാട് പ്രശ്നം അകത്ത് നടന്നു. പിന്നെ ഇവർ ഡേറ്റ് മാറ്റിക്കൊടുത്ത് ഒരു 180 പേരുണ്ടായിരുന്നു. എല്ലാവരും പോയി. ഞങ്ങൾക്ക് ബോർഡിംഗ് പാസ് വരെ കിട്ടി, പാസ്പോർട്ടിൽ സ്റ്റാമ്പ് വരെ ചെയ്തതാണ്. എന്തായാലും ഞങ്ങൾ ഇത്രയും നേരം അവരോട് സംസാരിച്ചതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് ഇന്നത്തെ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. സന്തോഷമുണ്ട്. അപ്പോൾ ടിക്കറ്റ് ഇല്ലാഞ്ഞിട്ടല്ലായിരുന്നു, ഐ ഡോണ്ട് നോ, അതിനെപ്പറ്റി അറിയില്ല. എന്തായാലും എനിക്ക് നാളത്തെ ആവശ്യമായിരുന്നു. എന്തായാലും അവരത് ചെയ്തു തന്നിട്ടുണ്ട്. ബാക്കി എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ട്രാവലേഴ്സും ഇപ്പോൾ ഇവിടെ ഇല്ല. ബാക്കി മസ്കറ്റ് ഫ്ലൈറ്റും ബാക്കി ഫ്ലൈറ്റ്സുമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ എന്തായാലും ഞങ്ങൾക്ക് ചേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട്. വിഷ്ണു സുരേഷ് നെടുമ്പാശ്ശേരിയിൽ നിന്നും അതുപോലെ ഹരികൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആദ്യം വിഷ്ണു സുരേഷിലേക്കാണ്. വിഷ്ണു, നെടുമ്പാശ്ശേരിയിൽ രൂപപ്പെട്ടിരിക്കുന്ന പ്രതിസന്ധി, യാത്രക്കാരുടെ വലിയ പ്രതിഷേധം, അവരുടെ പ്രതികരണങ്ങളൊക്കെ രാവിലെ നമ്മൾ കണ്ടു. ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? ഈ പ്രശ്നം പരിഹരിക്കാനുള്ള, യാത്രക്കാർക്ക് ബദൽ സംവിധാനം ഒരുക്കാനുള്ള നടപടികളൊക്കെ ഏതെങ്കിലും തരത്തിൽ മുന്നോട്ട് പോകുന്നുണ്ടോ വിഷ്ണു? രജിത്ത്, നിലവിൽ മറ്റ് സർവീസുകൾ തിരുവനന്തപുരത്തേതുപോലെ മറ്റ് സർവീസുകൾ അറേഞ്ച് ചെയ്ത് നൽകിയിട്ടില്ല. പക്ഷേ അതിന് പകരം ചില ആളുകൾക്ക് നാളത്തേക്ക് ടിക്കറ്റ് റീഷെഡ്യൂൾ ചെയ്ത് നൽകിയിട്ടുണ്ട്. ചില ആളുകൾക്ക് 10, 11, 12 തീയതികളിലേക്ക് റീഷെഡ്യൂൾ ചെയ്ത് നൽകിയിട്ടുണ്ട്, റീഫണ്ട് ചെയ്ത് നൽകിയിട്ടുണ്ട്. ഈ രണ്ട് ഓപ്ഷനുകളാണ് നിലവിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ ആളുകൾക്ക് നൽകിയിരിക്കുന്നത്. വലിയ പ്രതിഷേധം രാവിലെ ഉയർന്നിരുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം ചില ആളുകളുടെ എല്ലാം വിസ കാലാവധി തീരുന്ന ദിവസമാണെന്ന്. അതുകൊണ്ട് അവർക്ക് ഇന്ന് അടിയന്തരമായി പോകേണ്ടതുണ്ട്. അവരെല്ലാം ഇപ്പോൾ മറ്റ് വിമാനങ്ങളെ പെട്ടെന്ന് അങ്ങോട്ടേക്ക് എത്തേണ്ട ഒരു പശ്ചാത്തലത്തിൽ സ്വന്തം കയ്യിൽ നിന്ന് കാശ് മുടക്കി മറ്റു വിമാനത്തെ ആശ്രയിച്ച് അങ്ങോട്ടേക്ക് പോകാനുള്ള ഒരു തീരുമാനത്തിലായിരുന്നു പല ആളുകളും ഉണ്ടായിരുന്നത്. ആ നടപടി അവർ സ്വീകരിക്കുകയും ചെയ്തു. ഈ ആളുകളെ വിഷമിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു തരത്തിലുള്ള മുന്നറിയിപ്പും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇന്നലെ 9 മണിയോടുകൂടിയാണ് ഇത്തരത്തിലൊരു അപ്രഖ്യാപിത സമരം, സിക്ക് ലീവ് എടുത്തുകൊണ്ടാണ് 250-ലധികം വരുന്ന ഈ ക്യാബിൻ ക്രൂ അംഗങ്ങൾ അലവൻസ് കൂട്ടിത്തരണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു പ്രതിഷേധത്തിലേക്ക് പോകുന്നത്. ഇന്നലെ രാത്രി ആരംഭിച്ച സമരമാണ്. അപ്പോഴും ആ സമയങ്ങളൊക്കെ ഈ യാത്രക്കാരുമായി ബന്ധപ്പെടാനുള്ള സമയം ഈ എയർ ഇന്ത്യ അധികൃതർക്കുണ്ടായിരുന്നു. അവരുടെ ഭാഗത്ത് നിന്ന് അത്തരം നിലപാട് ഉണ്ടായില്ല എന്നുള്ളതാണ് യാത്രക്കാരുടെ പ്രധാനപ്പെട്ട പരാതി. പലരും പത്തനംതിട്ടയിൽ നിന്നും കായംകുളത്തു നിന്നുമൊക്കെ രാവിലെ 4 മണിക്കത്തെ ഫ്ലൈറ്റിന് പോകുന്നതിന് വേണ്ടി പുലർച്ചെ 12 മണിയോടുകൂടി വിമാനത്താവളത്തിലേക്ക് എത്തുന്നു. അപ്പോഴും അറിയുന്നില്ല. ചെക്ക് ഇൻ ചെയ്ത് അകത്തേക്ക് കയറുന്ന ബോർഡിംഗ് പാസ് എടുക്കുന്ന ഘട്ടത്തിലാണ് അറിയുന്നത് ഈ ഫ്ലൈറ്റുകളെല്ലാം റദ്ദു ചെയ്തിരിക്കുന്നു. അതിന്റെ കാരണം ചോദിച്ചപ്പോൾ ആദ്യഘട്ടത്തിൽ കാരണങ്ങൾ വ്യക്തമാക്കാൻ ഇവിടെ ഉണ്ടായിരുന്ന ബോർഡ് ജീവനക്കാർക്ക് അല്ലെങ്കിൽ റിസപ്ഷൻ ജീവനക്കാർക്ക് സാധിച്ചിരുന്നില്ല. പിന്നീട് എയർ ഇന്ത്യ തന്നെ ഔദ്യോഗികമായി അറിയിക്കുകയായിരുന്നു ജീവനക്കാരുടെ സമരത്തെ തുടർന്നാണ് ഇത്തരത്തിൽ ഫ്ലൈറ്റുകൾ റദ്ദു ചെയ്യണമെന്ന്. അതാണ് യാത്രക്കാരെ പെട്ടെന്ന് ക്ഷുഭിതരാക്കിയത്. ഒരു ബദൽ സംവിധാനം ഒരുക്കൂ എന്നാവശ്യപ്പെട്ടപ്പോഴും അതിനും തങ്ങൾക്ക് കൃത്യമായ മറുപടിയില്ല. ഇപ്പോഴും ഒരു ആശങ്ക നിലനിൽക്കുന്നത് 10, 12 തീയതികളിലൊക്കെ ടിക്കറ്റ് റീഷെഡ്യൂൾ ചെയ്ത് നൽകി. വിഷ്ണു സുരേഷ് നെടുമ്പാശ്ശേരിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ഹരികൃഷ്ണനിലേക്ക് വരാം. അതിനു മുമ്പ് ഒരു വിവരം പ്രേക്ഷകരെ അറിയിക്കാം. അത് കേരളത്തിൽ നിന്നുള്ള എയർ ഇന്ത്യ സർവീസുകൾ മുടങ്ങിയ സംഭവത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര വ്യോമയാന മന്ത്രിക്ക് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കത്തയച്ചിരിക്കുന്നു എന്നുള്ളതാണ്. യാത്രക്കാർ എത്രത്തോളം പ്രതിസന്ധിയിലായിരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ആ കത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മണിക്കൂറുകളോളം കാത്തിരുന്ന യാത്രക്കാർക്ക് ഭക്ഷണവും താമസവും നൽകാൻ പോലും എയർ ഇന്ത്യ എക്സ്പ്രസ് തയ്യാറായിട്ടില്ല എന്നുള്ള വിമർശനമൊക്കെ ആ കത്തിൽ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും അടിയന്തരമായ ഇടപെടൽ ഈ വിഷയത്തിൽ വേണം എന്നുള്ളതാണ് ആ കത്തിന്റെ ഉള്ളടക്കം. ഹരികൃഷ്ണൻ കൂടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ഹരികൃഷ്ണൻ, തിരുവനന്തപുരത്തെ സാഹചര്യം എന്താണ്? ഹരികൃഷ്ണൻ. ഈ തിരുവനന്തപുരത്തും ഈ തരത്തിൽ വലിയ പ്രതിസന്ധി തന്നെയാണ് ഉണ്ടായത്. അതായത് കഴിഞ്ഞ ദിവസം തന്നെ ഇത്തരത്തിൽ തെക്കൻ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും യാത്ര ചെയ്ത് വിദേശത്തേക്ക് പോകാനായി മണിക്കൂറുകൾ യാത്ര ചെയ്ത് എയർപോർട്ടിൽ എത്തുമ്പോഴാണ് ഇവർ ഇത്തരത്തിലൊരു വിവരം അറിയുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ ഇവർക്ക് ഈ ജീവനക്കാരുടെ സമരവുമായി ബന്ധപ്പെട്ട് സൂചന ലഭിച്ചിരുന്നെങ്കിലും അത് യാത്രക്കാരെ അറിയിക്കാൻ അവർ തയ്യാറായില്ല എന്നുള്ളതാണ് യാത്രക്കാർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം. ഈ അടിയന്തര സാഹചര്യവുമായി ബന്ധപ്പെട്ട്, അതായത് ഈ മെഡിക്കൽ സാഹചര്യം ഉൾപ്പെടെ അല്ലെങ്കിൽ മറ്റ് വിസ കാലാവധി തീരുന്ന സാഹചര്യം, അത്തരം കാര്യങ്ങളൊക്കെ ഉള്ള യാത്രക്കാർ, പെട്ടെന്ന് ഇന്ന് തന്നെ വിദേശത്തേക്ക് എത്തേണ്ട യാത്രക്കാരാണ് കൂടുതലും ഇവിടെ ഉണ്ടായിരുന്നത്. അവർക്ക് ആർക്കും ഇത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു മുന്നറിയിപ്പും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ആദ്യം ഇവരെ അറിയിച്ചിരുന്നത് ഈ 2 മണിക്കൂർ ഫ്ലൈറ്റ് വൈകും എന്നുള്ളതാണ്. പിന്നീടാണ് ഈ ക്യാൻസൽ ആവും, ഇത് റദ്ദാകുന്നു എന്നുള്ള ഒരു വിവരം അറിയിക്കുന്നത്. അതാണ് ഈ യാത്രക്കാരെ ഏറ്റവും കൂടുതൽ വലച്ചൊരു പ്രതിസന്ധി എന്ന് പറയുന്നത്. ഇന്ന് ഏതായാലും ഈ പ്രതിഷേധ സാഹചര്യത്തിന് ശേഷം ഈ അടിയന്തര സാഹചര്യം മുൻഗണനാ ക്രമത്തിൽ, അതായത് ഈ മെഡിക്കൽ സാഹചര്യം, അതുപോലെ തന്നെ ഈ സൂചിപ്പിച്ച
ഈ വിസയുടെ കാലാവധി അതൊക്കെ ഈ മുൻഗണന അനുസരിച്ച് ഒരു ബദൽ സംവിധാനം തിരുവനന്തപുരത്തെ എയർ ഇന്ത്യയുടെ അധികൃതർ ഒരുക്കി നൽകിയിട്ടുണ്ട്. അതായത് നേരത്തെ ഇന്ന് പുറപ്പെടാനിരിക്കുന്ന ചില വിമാനങ്ങളിൽ ക്യാൻസൽ ചെയ്ത ടിക്കറ്റുകൾ ഈ അടിയന്തര സാഹചര്യമുള്ളവർക്ക് മാറ്റി നൽകിക്കൊണ്ടാണ് അത്തരം ഒരു ബദൽ സംവിധാനം ഈ അധികൃതർ ഒരുക്കി നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോഴും ഈ പ്രതിസന്ധി നീളുന്നില്ല. കാരണം ഒട്ടുമിക്ക, അതായത് ഒരു ഏകദേശം 180-200ഓളം പേരാണ് ഒരു ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നത്. അതിൽ കൂടുതലും ഉള്ള ആളുകൾ ഇത്തരത്തിൽ അടിയന്തര സാഹചര്യത്തിൽ ഉള്ളവരാണ്. അങ്ങനെയെങ്കിൽ ഇതെങ്ങനെയാണ് ഈ പ്രതിസന്ധി മാറുന്നത് എന്നുള്ളതിൽ ഒരു വ്യക്തത ഇപ്പോഴും എയർ ഇന്ത്യക്ക് ഇല്ല. എയർ ഇന്ത്യ നൽകിയിട്ടില്ല, അത്തരത്തിലൊരു വിശദീകരണം നൽകിയിട്ടില്ല. അവർ ക്ഷമ ചോദിച്ചിട്ടുണ്ട് യാത്രക്കാരോട്, റീഫണ്ടിനുള്ള സംവിധാനം നൽകിയിട്ടുണ്ട്. ഹരികൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയാണ്. അത് തന്നെയാണ് വലിയ പ്രതിസന്ധിയാണ് രൂപപ്പെട്ടിരിക്കുന്നത്. യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ ഇത്തരത്തിലൊരു സമരത്തിലേക്ക് പോയതോടുകൂടി ബദൽ സംവിധാനങ്ങൾ ഒരുക്കുക എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും അത് എത്രത്തോളം പ്രയാസകരമാണ് എന്നുള്ള കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. എന്തായാലും ആ പ്രശ്നം, ആ പ്രതിസന്ധി പരിഹരിക്കാനുള്ള നീക്കങ്ങൾ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നുണ്ട്. അതെങ്ങനെ പരിഹരിക്കും എന്നുള്ള കാര്യം നമുക്ക് വരും മണിക്കൂറുകളിൽ കണ്ടു തന്നെ അറിയണം.